ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് ഫോഴ്സ്, ഒരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ തെറ്റായ പ്രസ്താവന എന്തായിരുന്നു, അത് എങ്ങനെയാണ് ഗലീലിയോ പ്രൂവ് ചെയ്തത്, ഗലീലിയോയുടെ എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ ഒരു പെർട്ടിക്കുലർ ഐഡിയ ആയിരുന്നു ഇനേർഷ്യ. എന്തായിരുന്നു ഇനേർഷ്യ, ഏതൊക്കെ ടൈപ്പ് ഇനേർഷ്യ ഉണ്ടായിരുന്നു, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതുപോലെ എന്താണ് ലീനിയർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ചാണ്. ഓക്കെ, ഗലീലിയോ ആണ് മോഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പഠനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ന്യൂട്ടൺ എന്ന സയൻറ്റിസ്റ്റ് തുടർന്നു കൊണ്ടുപോവുകയും ഓക്കെ, അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ റിസൾട്ടുകൾ അദ്ദേഹം 3 നിയമങ്ങളായി പ്രസ്താവിക്കുകയും ചെയ്തു. ആ 3 നിയമങ്ങളാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 3 ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, 2 ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, മൂന്നാമത്തെ ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ഈ 3 നിയമങ്ങളും വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഓക്കെ, അതായത് ചലനവുമായി ബന്ധപ്പെട്ട, മോഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങളാണ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. മനസ്സിലായില്ലേ? നമുക്ക് ആദ്യം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും, ജഡത്വ നിയമം എന്ന് പറയും. ഓക്കെ, ആക്ച്വലി ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ ഗലീലിയോ. ഓക്കെ, ഗലീലിയോക്കാണ് ഈ ഫസ്റ്റ് ലോയുടെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നറിയപ്പെടുന്ന ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ഗലീലിയോ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, പക്ഷേ അതൊരു നിയമമായി പ്രസ്താവിക്കുകയും അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്തത് ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇനി എന്താണ് ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ടേബിളിന് മുകളിലുള്ള ഒരു ബുക്ക് കൺസിഡർ ചെയ്യൂ. ഓക്കെ, അത് നിശ്ചലാവസ്ഥയിലാണ്. നിങ്ങൾ അതിൻ്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ ബുക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. ശരിയല്ലേ? അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് ഒരു ബാഹ്യബലം അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കൂ. ഒരു പ്ലെയിൻ സർഫസിലൂടെ ഒരു ബോൾ എന്ത് ചെയ്യുന്നു? റോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം അത് കുറച്ചു നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്റ്റിലാവും. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. ഗലീലിയോസ് എക്സ്പെരിമെന്റിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലെയിൻ സർഫസിലൂടെയാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അതൊരു ഐഡിയൽ പ്ലെയിൻ സർഫസ് ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു ഐഡിയലൈസ്ഡ് സിറ്റുവേഷനിൽ ഈ ബോൾ എന്ത് ചെയ്യും? അതിൻ്റെ യൂണിഫോം മോഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ, അതായത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ ഈ ബോൾ എന്ത് ചെയ്യും? യൂണിഫോം മോഷൻ തന്നെ തുടരും. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. റെസ്റ്റിലുള്ള വസ്തു, ഓക്കെ, ആ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥ എന്ത് ചെയ്യും? തുടരുന്നു. യൂണിഫോം മോഷനിലുള്ള വസ്തു അതിൻ്റെ യൂണിഫോം മോഷൻ തുടരുന്നു. എന്തില്ല എങ്കിൽ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ. മനസ്സിലായോ? ഈ ഒരു കാര്യം എന്ത് ചെയ്തു? ഒരു നിയമമായി പ്രസ്താവിക്കപ്പെട്ടു. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വരുന്നത്. സോ വി ക്യാൻ സ്റ്റേറ്റ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ലൈക്ക് ദിസ്: എവരി ബോഡി continues to be in its state of rest or of uniform motion along a straight line unless it is compelled by some external force. അതായത് ഒരു അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം എല്ലാ വസ്തുക്കളും അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ നേർരേഖാ സമാനചലനത്തിൽ തുടരുന്നതാണ്. മനസ്സിലായോ? ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്?
നിശ്ചലാവസ്ഥയിലുള്ള വസ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ 0 ആണ് അല്ലേ. യൂണിഫോം മോഷനിലുള്ള വസ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഒരു വസ്തുവിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് ബാഹ്യബലം 0 ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ആക്സലറേഷൻ 0 ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അവിടെ ഞാൻ പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലം വേണം എന്നാണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഓക്കെ ഓക്കെ, ബാഹ്യബലം വേണം. മനസ്സിലായി? ഇന്റേണൽ ഫോഴ്സ് അല്ല ആക്സലറേഷൻ ഉണ്ടാക്കുന്നതാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. Okay, so this is a very important point. If the net external force on a body is 0, its acceleration is 0. Acceleration can be non-zero only if there is a net external force on the body. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആയി റിലേറ്റഡ് ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 1 എന്താണ്? ഔട്ട് ഇൻ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് far from all other objects and with all its rockets turned off. എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. ഓക്കെ, സ്പേസ് ഷിപ്പ് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലാണുള്ളത്. ഓക്കെ, മറ്റു വസ്തുക്കളിൽ നിന്നെല്ലാം വളരെ അകലെയാണുള്ളത്. കൂടാതെ അതിൻ്റെ റോക്കറ്റ് മുഴുവൻ ടേൺഡ് ഓഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്പേസ് ഷിപ്പ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് type of motion it execute. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്? അപ്പോൾ അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. എന്താ പറഞ്ഞത്? അത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലാണുള്ളത് ആൻഡ് ഇറ്റ് ഈസ് എവേ ഫ്രം ഓൾ അതർ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു വസ്തുക്കളിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് പറഞ്ഞാൽ ഇതിനടുത്തൊന്നും മറ്റു വസ്തുക്കളില്ല എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഗുരുത്വാകർഷണ ബലം ഇല്ല. ഓക്കെ, ആൻഡ് വിത്ത് ഓൾ ഇറ്റ്സ് റോക്കറ്റ്സ് ടേൺഡ് ഓഫ്. എല്ലാ റോക്കറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കാരണവും ഫോഴ്സ് ഇല്ല. സോ വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്പേസ് ഷിപ്പ്? 0. യു ഗോട്ട് ഇറ്റ്? സെക്കൻഡ് വൺ, വാട്ട് ഇസ് ആക്സലറേഷൻ? അപ്പോൾ നമ്മൾ പറയും അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ. അപ്പോൾ നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ, സിൻസ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ദ ആക്സലറേഷൻ ഈസ് 0. ശരിയല്ലേ? And what is the third one? What type of motion it executes? അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പറയാം. എന്താ പറയേണ്ടത്? Since there is no external force. Okay, that is according to first law. മനസ്സിലായില്ലേ? അവിടെ external force ഇല്ല. So it will continue a uniform motion. That is, it should move with the uniform speed along a straight line. So that is the answer. മനസ്സിലായോ? So that is the first example. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എന്താ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫേസ്. ഓക്കെ, അതായത് ബുക്ക് ഒരു ടേബിളിന്റെ മുകളിൽ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ചോദിക്കുന്നതാണ് ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? അത് ഈ ബുക്കിന്റെ ഈ നിശ്ചലാവസ്ഥ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? ഒരു വസ്തു റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഒരു വസ്തു യൂണിഫോം മോഷനിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവ ഇക്വിലിബ്രിയത്തിലാണെന്നാണ്. ആ വസ്തുക്കൾ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുമ്പോൾ, അതായത് റെസ്റ്റിലാണ്, യൂണിഫോം മോഷനിലാണ് എന്ന് പറയുമ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് ആണ് 0 ആയിരിക്കുന്നത്. എന്താണ്? നെറ്റ് ഫോഴ്സ് ആണ് 0. അവിടെ ഒരിക്കലും ആ വസ്തുക്കളിൽ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റെസ്റ്റിലുള്ള ഒരു വസ്തുവാണെങ്കിലും യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവാണെങ്കിലും ആ വസ്തുക്കളുടെ മുകളിൽ എന്തുണ്ട്? ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നില്ല എന്നല്ല അർത്ഥം. അവിടെ ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പല വിധത്തിലുള്ള ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവയുടെയൊക്കെ നെറ്റ് എഫക്റ്റ് എന്താണ്? 0 ആണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ അവയൊക്കെ പരസ്പരം എന്ത് ചെയ്യപ്പെട്ടു? ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സുകളൊക്കെ ബാലൻസ്ഡ് ഫോഴ്സുകളാണ്.
അവിടെ എന്തില്ല, അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഇവിടെ എന്തുണ്ട്, ഈ ബുക്കിന് മുകളിൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ മുകളിലുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ്. ഇവിടെ ഏതൊക്കെയായിരിക്കും ഫോഴ്സ്? ഒന്ന്, ഈ ബുക്കിനെ ആര് അട്രാക്ട് ചെയ്യുന്നു? എർത്ത് അട്രാക്ട് ചെയ്യുന്നു. ശരിയല്ലേ? അങ്ങനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കാരണം ഈ ബുക്കിന് ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് നേരെ എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. W വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ശരിയല്ലേ? ഈ ഫോഴ്സ് കാരണം ബുക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ആ ടേബിൾ സർഫസിന്റെ മുകളിൽ പ്രസ് ചെയ്യപ്പെടുന്നു. അല്ലേ? പ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ വളരെ നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. And that force is acting on the book along upward direction. അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഒരു ഫോഴ്സ്. എങ്ങനെ? ആ സർഫസിന് നോർമലായിട്ട്, ആ ടേബിൾ സർഫസിന് നോർമലായിട്ട് ആ ബുക്കിന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് R, നോർമൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ എത്ര ഫോഴ്സുകളുണ്ട്? 2 ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മനസ്സിലായി? ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വസ്തുവിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് അത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഫോഴ്സുകളുണ്ട്. ഒന്നെന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ വെയിറ്റ് ഓഫ് ദ ബുക്ക് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബുക്ക്, ഓക്കെ, along the upward direction and normal to the surface of the table. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുക? അതായത് ഇവിടെയുള്ള കേസിൽ ബുക്കിന്റെ വെയിറ്റും ഈ നോർമൽ റിയാക്ഷനും ഈക്വൽ ആയതുകൊണ്ട്, ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു R, അങ്ങനെ ആയതുകൊണ്ട് ഈ ബുക്ക് എന്തിലാണ്? റെസ്റ്റിലാണ് എന്നാണോ? അത് തെറ്റാണ്. അങ്ങനെയല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അത് റെസ്റ്റിലാണ്. ശരിയല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അത് റെസ്റ്റിലായിട്ടാണ്. ബുക്ക് റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ബുക്ക് റെസ്റ്റിലായതുകൊണ്ട് അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0. ഓക്കെ, ഈ ബുക്ക് റെസ്റ്റിലായതുകൊണ്ട് അതിന്റെ മുകളിലെ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. മനസ്സിലായോ? നെറ്റ് ഫോഴ്സ് 0 ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് വെയിറ്റും മറ്റേതെന്താണ്? നോർമൽ റിയാക്ഷനും. അതുകൊണ്ട് അവ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. സിൻസ് ദ ബുക്ക് ഈസ് ഒബ്സർവ്ഡ് ടു ബി അറ്റ് റെസ്റ്റ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ഇറ്റ് മസ്റ്റ് ബി 0 അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ. ഓക്കെ, therefore W ഈസ് ഈക്വൽ ടു R. മനസ്സിലായി? അതിന്റെ അർത്ഥം എന്താണ്? നോർമൽ റിയാക്ഷനും വെയിറ്റും എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് ഇതിന്റെ എക്സ്പ്ലെയിൻ. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് തെറ്റായ രീതി എന്ന് മനസ്സിലായി, എങ്ങനെയാണ് ശരിയായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. മൂന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. കൺസിഡർ ദ മോഷൻ ഓഫ് എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, പിക്കിംഗ് അപ്പ് എ സ്പീഡ് ആൻഡ് ദെൻ മൂവിങ് ഓൺ എ സ്മൂത്ത് സ്ട്രെയിറ്റ് റോഡ് വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാറുണ്ട്. കാറ് ആദ്യം റെസ്റ്റിലാണ്, പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്പീഡ് കൂട്ടുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ഒരു സ്മൂത്ത് സ്ട്രെയിറ്റ് റോഡിലൂടെ യൂണിഫോം സ്പീഡിൽ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ കാർ വെൻ ഇസ് അറ്റ് റെസ്റ്റ്? ഓക്കെ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് പറയാം, റെസ്റ്റിലായതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ. ശരിയല്ലേ? അതുകൊണ്ട് ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ കാർ വെൻ ഇറ്റ് ഈസ് പിക്കിംഗ് അപ്പ് സ്പീഡ്? ഓക്കെ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അപ്പോൾ എങ്ങനെ ആൻസർ പറയുക? നമ്മൾ പറയുന്നത് വെൻ ഇറ്റ് പിക്സ് അപ്പ് ദ സ്പീഡ്, ഓക്കെ, ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എൻ ആക്സലറേഷൻ. അതിനെന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത് യൂണിഫോം മോഷനിലല്ല സഞ്ചരിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് അവിടെ എന്തുണ്ട്? നെറ്റ് ഫോഴ്സ് ഉണ്ട്. ദർ ഈസ് എ നോൺ സീറോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി സിൻസ് ഇറ്റ് സ്പീഡ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഓഫ് മോഷൻ. അല്ലേ? മോഷന് മാറ്റം വരുന്നത് കൊണ്ട് അവിടെ എന്തുണ്ട്? നെറ്റ് ഫോഴ്സ് ഉണ്ട്. സോ ദർ ഈസ് എൻ ആക്സലറേഷൻ. അവിടെ എന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ട്. മനസ്സിലായോ? ഇനി അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചോദിക്കാം.
which one is the external force acting on the car? Okay, or which force helps to accelerate the car? എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ഏത് ഫോഴ്സാണ് ഈ ബോഡിയെ, ഈ കാറിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്? ഏത് ഫോഴ്സാണ്? ഇവിടെ ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഏതൊക്കെയാണ്? ഒന്ന്, ഈ കാറിൻ്റെ വെയിറ്റ്, ശരിയല്ലേ? രണ്ടാമത് എന്താണ്? ഈ കാറ് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ, ആ കോണ്ടാക്ട് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, ശരിയല്ലേ? പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടയറ്, അല്ലേ? ടയർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഉരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഏതിൻ്റെ മുകളിലൂടെ? സർഫസിലൂടെ. അപ്പോൾ നമുക്ക് പറയാം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ശരിയല്ലേ? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. പിന്നെയോ, പിന്നെയുള്ളത് അത് മൂവ് ചെയ്യുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ഏതൊക്കെയാണ് ഫോഴ്സ്? ഒന്ന്, വെയിറ്റ് ഓഫ് ദ കാർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. Second one is the normal reaction acting upward and normal to the surface. Third one is frictional force between the road and the tire. And the fourth one is what? Air resistance. ഇത്രയും ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏത് ഫോഴ്സാണ് ഇതിനെ ആക്സലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എക്സ്റ്റേണൽ ഫോഴ്സാണ് ആക്സലറേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ ഫോഴ്സ്, നോട്ട് ദ ഇന്റേണൽ ഫോഴ്സ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് അല്ല ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിനെ. ആരാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും അത് ഒന്ന് സ്ട്രെസ് ചെയ്യാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാറിനെ അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്, നിങ്ങളൊരു 4 ആൾക്കാർ എന്ത് ചെയ്യുന്നു? കാറിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾ അതിനെ തള്ളുന്നു. അങ്ങനെ വെച്ചാൽ കാറ് മൂവ് ചെയ്യുമോ? ഇല്ല, കാരണം നിങ്ങൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ 4 ആൾക്കാരും ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങി പുറത്ത് നിന്നാണ് അതിനെ തള്ളുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കാർ മൂവ് ചെയ്യും, ബിക്കോസ് യു ആർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ കാർ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഏതുമായി റിലേറ്റഡ് ആണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആയി റിലേറ്റഡ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? വിച്ച് വൺ ഈസ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ആക്സലറേറ്റ് ദ കാർ? അപ്പോൾ നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇവിടെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇതിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ തേർഡ് വൺ, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? അതായത് അതെന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ കണ്ടീഷൻ, അതായത് അത് സ്മൂത്ത് സ്ട്രെയിറ്റ് റോഡിലൂടെ യൂണിഫോം സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഈ കേസിൽ അതിൻ്റെ എന്താണ്? അതിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്? ആക്സലറേഷൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ ആൻസർ? അപ്പോൾ നമുക്ക് പറയാം അത് യൂണിഫോം മോഷനിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഇൻ്റർവെൽ. ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ, since it is in uniform motion, there is no change, okay, in speed of the body. അതുകൊണ്ട് അവിടെയുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. യൂണിഫോം മോഷനിലായതുകൊണ്ട് എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആണ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. therefore there is no acceleration. ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഫോർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ ഇതാണ്. an astronaut accidentally gets separated out of a small spaceship accelerating in interstellar space at a constant rate of 100 meters per second square. What is the acceleration of the astronaut the instant after he is outside the spaceship? Assume that there are no nearby stars to exert gravitational force on him. നിങ്ങളോട് പറയുന്നത് ഇതാണ്, ഒരു ആസ്ട്രോനോട്ട് എന്ത് ചെയ്യുന്നു? ആക്സിഡൻ്റലി ഒരു ചെറിയ ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഓക്കെ, അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? ആ സ്പേസ് ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പേസ് ഷിപ്പിൻ്റെ ആക്സലറേഷൻ 100 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഈ ആസ്ട്രോനോട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മനസ്സിലായോ അയാളുടെ ആക്സലറേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ അധികം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. ഫിസിക്സിലുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളൊരു ഫിസിക്സിൻ്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ വി ഹാവ് എ ലൈൻ ഓഫ് തോട്ട്,
ഓക്കെ, അത് ഒരു ചിന്താധാരയുണ്ട്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. മനസ്സിലായി? അപ്പം നിങ്ങൾ ഇത് ഉദാഹരണത്തിന് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഈ ബോഡി, ഈ കേസ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇവിടെയുള്ള കേസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ആദ്യം ഓസ്ട്രോനോട്ട് സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലാണ്, സ്പേസ് ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പറയാം സ്പേസ് ഷിപ്പിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ട്, നെറ്റ് ഫോഴ്സ് ഉണ്ട്, ബിക്കോസ് ദർ ഇസ് എൻ ആക്സലറേഷൻ. ഓക്കെ, ഓസ്ട്രോനോട്ട് ഏതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, ഈ സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അയാളുടെ ആക്സലറേഷനും എത്ര തന്നെയാണ്, 100 മീറ്റർ/സെക്കൻഡ് ആണ്. അതുകൊണ്ട് അയാളുടെ മുകളിലും നെറ്റ് ഫോഴ്സ് ഉണ്ട്. മനസ്സിലായോ? അതെപ്പോഴാണ്, അയാൾ അതിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ്. പക്ഷെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഓസ്ട്രോനോട്ട് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പുറത്തെത്തിയാൽ എന്ത് സംഭവിക്കുന്നു, പുറത്തെത്തിയാലുള്ള കേസ് വേറെയാണ്. മനസ്സിലായോ? കാരണം പുറത്തെത്തിക്കഴിഞ്ഞാൽ ഇയാളും ഈ സ്പേസ് ഷിപ്പും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. മനസ്സിലായി? സ്പേസ് ഷിപ്പുമായി കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോഴാണ് അയാൾക്ക് ആക്സലറേഷൻ ഉള്ളത്, അപ്പോഴാണ് അയാളുടെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുമായി കോണ്ടാക്റ്റിൽ അല്ലാതിരിക്കുമ്പോൾ ഇയാളുടെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്, 0 ആണ്. മനസ്സിലായോ? ഓക്കെ, സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഓസ്ട്രോനോട്ട് എന്ന് ചോദിച്ചാൽ 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ, അതെങ്ങനെയാണ് 0 ആവുന്നത് എന്ന്. ഒന്നാമത്തെ റീസൺ ഇതാണ്, അയാൾ ഏതിൽ നിന്ന്, ഈ സ്പേസ് ഷിപ്പുമായിട്ട് സെപ്പറേറ്റഡ് ആണെന്ന് ഉള്ളതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്പേസ് ഷിപ്പ് വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് മാസ് ഈസ് വെരി സ്മോൾ, അതിൻ്റെ മാസും വളരെ ചെറുതാണ് എന്ന് പറയാം. കൂടാതെ അവിടെ പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് നോ നിയർ ബൈ സ്റ്റാർ ടു എക്സേർട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് പറയാം അവിടെ എന്തില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. മനസ്സിലായോ? പിന്നെ അവിടെ വേറെ തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് വി ക്യാൻ സേ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഓസ്ട്രോനോട്ട് ആഫ്റ്റർ സെപ്പറേറ്റഡ് ഫ്രം ദ സ്പേസ് ഷിപ്പ് ഈസ് എന്താണ്, 0 ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വാട്ട് ഈസ് ആക്സലറേഷൻ, ആക്സലറേഷൻ ഓഫ് ദ ഓസ്ട്രോനോട്ട് 0 ആണ് ആഫ്റ്റർ സെപ്പറേഷൻ. സെപ്പറേഷന് മുന്നേ അയാൾക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്, അത് എത്രയാണ്, ആക്സലറേഷൻ ഓഫ് ദ സ്പേസ് ഷിപ്പ് 100 മീറ്റർ/സെക്കൻഡ്. പക്ഷേ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തില്ല, ആക്സലറേഷൻ ഇല്ല. ഓക്കെ, ആക്സലറേഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മോഷൻ എന്ത് മോഷൻ ആയിരിക്കും, ഈസ് ഇൻ യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. മനസ്സിലായില്ലേ? അയാളുടെ മോഷൻ എന്താണ്, യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. സോ ദാറ്റ് ഈസ് ദ ആൻസർ ടു ദ എക്സാമ്പിൾ നമ്പർ 3. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഇതാണ്, ഇറ്റ് ഗീവ്സ് എ ഡെഫിനിഷൻ ഫോർ ഇനേർഷ്യ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഇനേർഷ്യ അത് ഇനേർഷ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ്. മനസ്സിലായോ? കാരണം ഇത് ഇനേർഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇൻട്രൊഡ്യൂസസ് ലോ ഓഫ് ഇനേർഷ്യ. ബട്ട് ദ ടേം ഇനേർഷ്യ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഗലീലിയോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്, ഗലീലിയോ ആണ്. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ഏതാണെന്ന് വെച്ചാൽ ലോ ഓഫ് ഇനേർഷ്യ, ഓർ യു ക്യാൻ സേ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. മനസ്സിലായില്ലേ? ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഡിഫൈൻസ് ഫോഴ്സ്. ഇത് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു, ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതേപോലെ എന്താണ് ഡെഫിനിഷൻ ഓഫ് ഇനേർഷ്യ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ രണ്ട് ഡെഫിനിഷനും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതിൽ നിന്നാണ്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ നിന്നാണ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയും ന്യൂട്ടൺസ് തേർഡ് ലോയും ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമായിട്ടും. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിന് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളത് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.